സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒന്നാം ഭാഗം നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. ഇതിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തുടക്കക്കാരെന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതുക. എടുത്തെഴുതുന്ന സമയത്ത് ഈ C2H5 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. CH3 CH2 CH2 CH. ഇനി C2H5 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുന്നത് 2 കാർബൺ, രണ്ട് കാർബൺ ഇട്ടു. ഇനി ഹൈഡ്രജൻ 5 എണ്ണം ഉണ്ട്. അപ്പൊ ഈ കാർബണിന് 3 വാലൻസി CH3, ഈ കാർബൺ 2 വാലൻസി CH2, പിന്നെ CH3. ഓക്കെ. ഇനി ഒരു പെൻസിൽ കൂടെ കയ്യിൽ വെച്ചിരിക്കുക എപ്പോഴും. എന്നിട്ട് ആ പെൻസിൽ കൊണ്ട് ലോങ്സ്റ്റ് ചെയിൻ മാർക്ക് ചെയ്യുക. ലോങ്സ്റ്റ് ചെയിൻ മാർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കാർബൺ നമ്പർ കൂടിയ ചെയിൻ മാർക്ക് ചെയ്യുക. നമുക്ക് എണ്ണി തന്നെ നോക്കാം. 1 2 3 4 5. അപ്പൊ 5 കാർബൺ ഉള്ള ഒരു ചെയിൻ കാണുന്നു. 1 2 3 4. അപ്പൊ 4 കാർബൺ ഉള്ള മറ്റൊരു ചെയിൻ കാണുന്നു. 5 കണ്ടു, 4 കണ്ടു. ഇനി 1 2 3 4 5 6. 6 കാർബൺ ഉള്ള മറ്റൊരു ചെയിൻ കാണുന്നു. അപ്പൊ ഈ ചെയിനിന്റെ പ്രത്യേകത പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ എണ്ണി തന്നെ നോക്കണം. ആ കാർബണിൽ തൊട്ട് എണ്ണി നോക്കണം. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ചെയിനിന്റെ പ്രത്യേകത ഒരിക്കലും അതിന് സ്ട്രെയിറ്റ് ചെയിൻ ആവണം എന്നില്ല. അതിങ്ങനെ ബ്രാഞ്ച് ആയിട്ട് കിടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ സൈഡിലോട്ട് കിടക്കാം. അങ്ങനെയൊക്കെ ചെയിനിന്റെ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു 6 കാർബൺ ഉള്ള ചെയിനാണ് ലോങ്സ്റ്റ് ചെയിൻ. എന്നിട്ട് ആ ലോങ്സ്റ്റ് ചെയിനെ നിങ്ങൾ ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. സോ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നു ആ ലോങ്സ്റ്റ് ചെയിന് മാത്രം മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി അതിനകത്തുള്ള കാർബൺ ഒന്നുകൂടെ എണ്ണി നോക്കുക. 1 2 3 4 5 6. അപ്പൊ 6 കാർബൺ ആണ്. 6ന്റെ വാക്ക് നമുക്കറിയാം, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഹെക്സ് ആണ്. ഇനി ഇവിടെ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെക്സേൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ലോങ്സ്റ്റ് ചെയിന്റെ പേര് ഹെക്സേൻ ആണ്. ഓക്കെ. ഇനി ഇതേ ഹെക്സേന്റെ പുറത്തൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ പുറത്തെ ഗ്രൂപ്പ് നിങ്ങൾ കാണുന്നുണ്ട് CH3 ഗ്രൂപ്പാണ്. അപ്പൊ ഇനി പറയണം CH3 ഗ്രൂപ്പ് ഉള്ള ഹെക്സേൻ ആണ്. CH3 ഗ്രൂപ്പിനെ വിളിക്കേണ്ട പേര് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, അത് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾ പറയണം മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്ന, മീഥൈൽ ഗ്രൂപ്പ് ഉള്ള ഹെക്സേൻ ആണെന്ന് പറയണം, അല്ലെങ്കിൽ മീഥൈൽ ഹെക്സേൻ ആണെന്ന് പറയണം. ഇനി മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് മെയിൻ ചെയിനിലെ ഏത് കാർബണിലാണ്? മീഥൈൽ ഗ്രൂപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മെയിൻ ചെയിനിലെ ഏത് കാർബണിലാണ്? അത് ഈ കാർബണിലാണോ? അല്ല. ഇതിലാണോ? അല്ല. ഇതിലാണോ? അല്ല. ഇതിലാണോ? അതെ. ഈ കാർബണിലാണ് CH3 ഗ്രൂപ്പ് ഇരിക്കുന്നത്. അത് എത്രാമത്തെ കാർബൺ ആണെന്ന് പറയണം. എത്രാമത്തെ കാർബൺ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നിന്ന് നമ്പർ കൊടുക്കാം. 1 2 3 4 5 6. ഇങ്ങനെ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് CH3 ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബണിന്റെ നമ്പർ 4ാമത്തെ കാർബൺ എന്നാണ്. ഇനി അതേസമയം ചെയിനിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു സൈഡ്, ഈ സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കും പോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കാം. അപ്പുറത്തെ സൈഡിൽ നമ്പർ കൊടുത്തു വന്നാൽ 1 2 3 4 5 6 അങ്ങനെ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന CH3 ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബണിന് 3 എന്ന നമ്പറാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു 2 പോസിബിലിറ്റീസ് വരുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കുക, അതിൽ IUPACയുടെ നിയമമുണ്ട്. അതനുസരിച്ച് 2 പോസിബിലിറ്റി വന്നാൽ അവിടെ ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം. അതായത് സൈഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഇരിക്കുന്ന, അല്ലെങ്കിൽ ബ്രാഞ്ച് ഇരിക്കുന്ന ആ പറഞ്ഞിരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം ശരിയായ നമ്പറിംഗ് എന്ന് പറയണം. സോ ഞാൻ ആദ്യം പറഞ്ഞ നമ്പറിംഗ് രീതി ശരിയല്ല, പകരം ഇങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. മനസ്സിലാക്കി? 1 2 3 4 5 6. ഓക്കെ. അപ്പൊ CH3 ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബൺ ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് 3ാമത്തെ കാർബൺ ആണ്. ആ കാര്യം കൂടെ സൂചിപ്പിക്കുക. 3ാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്ന ഹെക്സേൻ ആണ് ഈ കോമ്പൗണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ എക്സാമ്പിൾ 1ന്റെ ആൻസർ 3 മീഥൈൽ ഹെക്സേൻ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ.
ശരി, ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പേരിടാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. 1 2 3 ഒരു സാധ്യത, 1 2 3 4 5 ഒരു പോസിബിലിറ്റി, 1 2 3 4 5 ഒരു പോസിബിലിറ്റി, 1 2 3 4 5. ഓക്കെ, അപ്പൊ എങ്ങനെ നോക്കിയാലും ശരി 5 കാർബണുള്ള ചെയിൻ ആണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ 5 കാർബണുള്ള ചെയിനെ നമുക്ക് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. സോ മാർക്ക് ചെയ്തു. ഇനി 5ന്റെ വാക്ക് നമുക്കറിയാം, 5നെ പെന്റ് എന്നാണ് പറയേണ്ടത്. സോ പെന്റ് എന്ന് കൊടുത്തു. ശരി, ഇനി കൂടെയുള്ള സിംഗിൾ ബോണ്ടുകളേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ പെന്റ് ഏനാണ്. ഇനി ആ പറഞ്ഞിരിക്കുന്ന ലോങ്സ്റ്റ് ചെയിൻ മാർക്ക് ചെയ്തതിന്റെ പുറത്ത് നോക്കുന്ന സമയത്ത് CH3 ഗ്രൂപ്പ് ഉണ്ട്. CH3 ഗ്രൂപ്പിന്റെ പ്രത്യേകത നമുക്കറിയാം, അതിനെ വിളിക്കേണ്ട പേര് മീത്തൈലാണ്. ഇവിടുത്തെ പ്രത്യേകത 2 മീത്തൈൽ ഉണ്ട്. 2 മീത്തൈൽ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ ഡൈമീത്തൈൽ എന്ന് പറയാം. സോ ഡൈമീത്തൈൽ പെന്റേൻ ആണ്. ഡൈമീത്തൈൽ പെന്റേൻ ആണ്. ഇനി 2 മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് ഏതൊക്കെ കാർബണിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്പർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 5 ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കൊടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്ന സ്ഥലം രണ്ടാമത്തെ കാർബണിലും ഉണ്ട്, നാലാമത്തെ കാർബണിലും ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ കൊടുക്കുന്ന സമയത്ത് 1 2 3 4 5 അങ്ങനെ നോക്കുന്ന സമയത്ത് മീഥൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിലും ഉണ്ട്, നാലാമത്തെ കാർബണിലും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സംശയമൊന്നുമില്ല, നമുക്ക് നമ്പറിംഗ് എങ്ങനെ ഇട്ടാലും കറക്റ്റ് തന്നെ. രണ്ടാമത്തെ കാർബണിലും നാലാമത്തെ കാർബണിലും 2 മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്ന പെന്റേൻ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 2,4 ഡൈമീഥൈൽ പെന്റേൻ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 3. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. ആദ്യം 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 6. ഓക്കെ, അപ്പൊ തീരുമാനമായി. അവിടെ 6 കാർബണുള്ള ലോങ്സ്റ്റ് ചെയിൻ ആണ്. സോ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തു 6 കാർബൺ. 6ന്റെ വാക്ക് നമുക്കറിയാം, അത് ഹെക്സ് ആണ്. സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഹെക്സ് ഏനാണ്. ഇനി പുറത്ത് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2 മീഥൈൽ ഗ്രൂപ്പ് കാണുന്നുണ്ട്, അതിന് ഡൈമീഥൈൽ ഹെക്സേൻ ആണ്. ഇനി മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് എവിടെയാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഇവിടെ നിന്ന് നമ്പർ കൊടുക്കുന്ന സമയത്ത് 1 2 3 4 5 6 അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടാമത്തതിലും നാലാമത്തതിലുമാണ്. ഓക്കെ, ഇനി ഇവിടെ തിരിച്ച് നമ്പർ കൊടുത്തു വരുന്ന സമയത്ത് 1 2 3 4 5 6 അങ്ങനെ നോക്കുന്ന സമയത്ത് മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് മൂന്നാമത്തതിലും അഞ്ചാമത്തതിലുമാണ്. അപ്പൊ നമുക്ക് അപ്പൊ 2 ഡിഫറെന്റ് പോസിബിലിറ്റീസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ശരിയായ പോസിബിലിറ്റീസിന് ഈ നിയമങ്ങളൊന്നും പറയുന്നില്ല. ശരിയായ പോസിബിലിറ്റി നിങ്ങൾക്ക് അറിയാം, അവിടെ ലോവസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 2 4 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി മീഥൈൽ ഗ്രൂപ്പ് കാണുന്നത് രണ്ടാമത്തെ കാർബണിലും നാലാമത്തെ കാർബണിലും എന്ന് വേണം പറയാൻ. അല്ലാതെ മൂന്നാമത്തെ കാർബണിലും അഞ്ചാമത്തെ കാർബണിലും അല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിന്റെ പേര് 2,4 ഡൈമീഥൈൽ ഹെക്സേൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു റിവേഴ്സ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. അതായത് ഒരു പേര് തന്നിട്ട് തിരിച്ച് കോമ്പൗണ്ട് ഫോമുല എഴുതാം. ഫോമുല എഴുതുന്ന നേരത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതായത് നമ്മൾ കണ്ടൻസ്ഡ് ഫോമുലയും ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനും ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, പെന്റ് നോക്കാം. പെന്റ് എന്ന് വെച്ചാൽ 5 കാർബൺ ആണ്. 1 2 3 4 5 കാർബൺ എഴുതി. ഇനി കൂടെയുള്ള 3 അക്ഷരങ്ങൾ ANE ആണ്. ANE എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ബോണ്ടുകളാണ്. സോ സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി അടുത്ത മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അത് ഏതൊക്കെ കാർബണിലാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്പർ കൊടുക്കാം. നമ്പർ കൊടുത്തതിന് ശേഷം അതിനകത്ത് ഫിക്സ് ചെയ്യാം. ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് കൊടുക്കുക. 1 2 3 4 5. ഇനി മൊത്തം 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 2 മീഥൈൽ ഗ്രൂപ്പും രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ രണ്ടാമത്തെ കാർബൺ ഇവിടെ ഒരു CH3, അതിന്റെ കൂടെ ഒരു CH3, ഇങ്ങോട്ടോ സൈഡിലോട്ടോ എവിടെ വേണം കാണിക്കാം, CH3. രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പായി. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, അത് നാലാമത്തെ കാർബണിലാണ്. സോ നാലാമത്തെ കാർബൺ മുകളിലോട്ടോ താഴോട്ടോ സൈഡിലോട്ടോ എങ്ങനെ കൊടുക്കാം, CH3.
അപ്പൊ 3 മീഥൈൽ ഗ്രൂപ്പും ആയിട്ടുണ്ട്. ഇനി ബാക്കി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. ഈ കാർബൺ മാത്രം പരിശോധിക്കുക, ഒരു വാലൻസി പൂർത്തിയായി. ബാക്കി 3 ഹൈഡ്രജന്റെ ആവശ്യമുണ്ട്. ഈ കാർബൺ മാത്രം പരിശോധിക്കുക, 1 2 3 4 വാലൻസി പൂർത്തിയായി, ഹൈഡ്രജന്റെ ആവശ്യമില്ല. ഈ കാർബൺ 2 വാലൻസി പൂർത്തിയായി, സോ 2 എണ്ണം ബാക്കി. ഈ കാർബൺ 1 2 3 വാലൻസി പൂർത്തിയായി, ഇനി ഒരു ഹൈഡ്രജൻ, ഇവിടെ CH3. ഓക്കെ, ഇനി ഇതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എഴുതാൻ പറഞ്ഞാൽ 5 കാർബൺ എഴുതുക, സ്ട്രൈറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് വരയ്ക്കുക. എണ്ണി നോക്കുക, 1 2 3 4 ആയുള്ളൂ, സോ 5 കാർബൺ ആയി. ഇനി നമ്പർ കൊടുക്കുക, കാർബൺ നമ്പർ കൊടുക്കുക, 1 2 3 4 5. മീഥൈൽ ഗ്രൂപ്പ് 3 എണ്ണം, അത് രണ്ടാമത്തെ കാർബൺ 2 മീഥൈൽ ഉണ്ട്, സോ ഒന്ന് ഇങ്ങനെയും കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും ശരി തന്നെ. ഈ നാലാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടെ ഉണ്ട്, സോ അത് കാണിച്ചു. അങ്ങോട്ട് കാണിക്കാം, മുകളിലോട്ട് കാണിക്കാം, സൈഡിലോട്ട് കാണിക്കാം. ഇങ്ങനെ എഴുതിയാലും ആ കോമ്പൗണ്ട് ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, പെന്റ് 2En ഈ കോമ്പൗണ്ട് ഫോമിൽ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ ആദ്യം പെന്റ് എഴുതുക, 1 2 3 4 5. ഇനി അവിടെ 2En ആണ്, അപ്പൊ അതുകൊണ്ട് ആദ്യം എല്ലാം സിംഗിൾ ബോണ്ട് കൊടുത്തിട്ട് കൊടുക്കാം. അപ്പൊ അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിന്റെ പ്രത്യേകത എവിടെയാണ് കാണുന്നത് ചോദിച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് സെക്കൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 2 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാർബണിനും മൂന്നാമത്തെ കാർബണിനും ഇടയിലാണ് ഡബിൾ ബോണ്ട്. 3 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാർബണിനും 4നും ഇടയിലാണ് ഡബിൾ ബോണ്ട്. ഇനി 1 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാർബണിനും രണ്ടാമത്തെ കാർബണിനും ഇടയിലാണ് ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. 1 2 3 4 5. അപ്പൊ അവിടെ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാർബണിനും മൂന്നാമത്തെ കാർബണിന്റെ ഇടയിൽ മാത്രം ഒരു ഡബിൾ ബോണ്ട്, സോ അത് കൊടുത്തു. ബാക്കി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. CH3, ഇവിടെ H, ഇവിടെ H, ഇവിടെ H2, ഇവിടെ H3. ഓക്കെ, അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് പെന്റ് 2ന്റെ കണ്ടൻസ്ഡ് ഫോർമുലയാണ്. ഇനി അതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം പെന്റ് വരയ്ക്കുക, 1 2 3 4, നമ്പർ കൊടുക്കുക, 1 2 3 4 5. ഇനി അവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് 2നും 3നും ഇടയിൽ, അതായത് പാരലൽ ആയിട്ട് ഒരു ഡബിൾ ബോണ്ട്. ഇത് പെന്റ് 2ന്റെ ഫോർമുല ആയിട്ടുണ്ട്. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനും എഴുതിയിട്ടുണ്ട്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊന്ന് എടുത്ത് എഴുതാം. CH3 CH CH3 CH2 CH, ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. CH2 CH3 സ്പ്ലിറ്റ് ചെയ്യാം. CH2 CH3. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പതിവ് പോലെ ലോങ്സ്റ്റ് സെലക്ട് ചെയ്യാം. എല്ലാ സാധ്യതകളും നോക്കാം. 1 2 3 1 2 3 4 5 6 1 2 3 4 5 6. അപ്പൊ എങ്ങനെ നോക്കുന്ന സമയത്ത് 6 കാർബൺ ഉള്ള 1 2 3 4 5 6. അപ്പൊ എങ്ങനെ നോക്കിയാലും 6 കാർബൺ ഉള്ള ലോങ്സ്റ്റ് ചെയിനേ നമുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 6 കാർബൺ ലോങ്സ്റ്റ് ചെയിൻ എന്ന് മാർക്ക് ചെയ്യാം. ഇനി 6ന്റെ വാക്ക് നമുക്കറിയാം. 6ന്റെ വാക്ക് ഹെക്സേൻ ആണ്. ഹെക്സ് ആണ്, സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഹെക്സേൻ ആണ്. ശരി, ഇനി അടുത്ത ജോലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുന്ന സമയത്ത് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. CH3 ഗ്രൂപ്പിനെ വിളിക്കേണ്ട പേര് മീഥൈൽ എന്നാണ്. അതേസമയം ഈ ഗ്രൂപ്പ് CH3 CH2 ആണ്. CH3 CH2 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ C2H5 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ പറയേണ്ടത് മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്, ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ മീഥൈൽ ഗ്രൂപ്പുള്ള ഹെക്സേൻ എന്ന രീതിയിൽ പറയണം. ഇനി അടുത്ത ജോലി നമുക്ക് നമ്പറിങ്ങിന്റെ കാര്യമാണ്. നമ്പറിങ്ങിന്റെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് അവിടെ മീഥൈലെന്നോ ഈഥൈലെന്നോ പ്രിഫറൻസ് ഒന്നുമില്ല. ഇരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുക. അതായത് മീഥൈൽ ഗ്രൂപ്പിനായാലും ഈഥൈൽ ഗ്രൂപ്പിനായാലും അവിടെ മീഥൈലെന്നോ ഈഥൈലെന്നോ വ്യത്യാസമില്ല. ഏത് സബ്സ്റ്റിറ്റ്യൂന്റ് ആയാലും ശരി, അവിടെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ ആ സബ്സ്റ്റിറ്റ്യൂന്റ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ
അവിടെ നമ്പർ ചെയ്യുക. അപ്പൊ നമുക്കിവിടെ നമ്പർ ഇട്ട് നോക്കുന്ന സമയത്ത് 1 2 3 4 5 6 അവിടെ മീഥൈലിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബൺ കിട്ടിയ നമ്പർ 2 എന്നാണ്. ശരി, ഇനി ഞാൻ ഇവിടെ തിരിച്ച് നമ്പർ ഇട്ട് നോക്കിയാൽ 1 2 3 4 5 6. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബണിന് കിട്ടുന്ന നമ്പർ 3 ആണ്. അപ്പൊ നമുക്കറിയാം അവിടെ ഈഥൈലൊന്നും മീഥൈലൊന്നും വ്യത്യാസമൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് ശരിയായി നമ്പർ ഇടേണ്ടത്. സോ അതുകൊണ്ട് തന്നെ എന്റെ നമ്പറിംഗ് രീതി എന്ന് വെച്ചാൽ അവിടെ ആദ്യത്തെ നമ്പറിംഗ് രീതിയാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലായി അവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞ ആ സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് മീഥൈലാണ്, മറ്റൊന്ന് ഈഥൈലാണ്. ഇനി നമ്മുടെ നമ്പറിംഗ് രീതി അനുസരിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞു, മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബൺ രണ്ടാമത്തെ കാർബണിലാണ്, അതേസമയം ഈഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് നാലാമത്തെ കാർബണിലാണ്. സോ രണ്ടാമത്തേതിൽ മീഥൈൽ ഉണ്ട്, നാലാമത്തേതിൽ ഈഥൈൽ ഉണ്ട്. ഇനി ഇത് എടുത്തെഴുതുന്ന സമയത്ത് ഒരു പ്രയോറിറ്റി ഉണ്ട്. എടുത്തെഴുതുന്ന സമയത്ത് മാത്രം ഒരു പ്രയോറിറ്റി ഉണ്ട്. അത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഡെഫിനറ്റ്ലി ആൽഫബറ്റ് ഓർഡർ അനുസരിച്ച് ആദ്യം വരുന്ന ആളിന് മാത്രം അവിടെ പ്രയോറിറ്റി കൊടുക്കുക. സോ ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതായാലും ശരി, അവിടെ മീഥൈലെന്നോ ഈഥൈലെന്നോ വ്യത്യാസമൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ഇട്ടു. നമ്പർ ഇടാൻ വേണ്ടി അവിടെ പേരിലെ പ്രയോറിറ്റി ഇല്ല. ഓക്കെ, ഇനി അതേസമയം എടുത്തെഴുതുന്ന സമയത്ത് ആ പേര് എഴുതുന്ന സമയത്ത് പേരിൽ ഒരു പ്രയോറിറ്റി ഉണ്ട്. അതനുസരിച്ച് ആൽഫബറ്റ് ഓർഡറിൽ ആദ്യം വരുന്ന ആളുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ME കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം E ആണ്. സോ അതുകൊണ്ട് ശരിയായ പേര് 4 ethyl 2 methyl ഹെക്സേൻ എന്ന് പറഞ്ഞ ഈ കോമ്പൗണ്ട് പേരായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പുതുതായി സംസാരിച്ച ആ കാര്യമാണ്. അവിടെ നമ്പറിംഗിന് പ്രത്യേകതയുണ്ട്. അവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതായാലും ശരി, സബ്സ്റ്റിറ്റ്യൂവന്റ് ഈഥൈലോ മീഥൈലോ വ്യത്യാസമൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പർ ചെയ്യേണ്ടത്. ഇനി പക്ഷെ പേര് എടുത്തെഴുതുന്ന സമയത്ത് അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട്. അവിടെ ആൽഫബറ്റ് ഓർഡറിൽ ആദ്യം വരുന്ന ആളുടെ പേര് ആദ്യം എഴുതുക. ഓക്കെ, ശരി, ഇതിന്റെ പേര് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ ബേസിക്സ് ശ്രദ്ധിച്ചു പോകണം. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന UPSC ചെയ്യാൻ വേണ്ടി അല്പം സമയമെടുത്ത് വേണം ആ ബേസിക്സ് ഇട്ട് വേണം ചെയ്യേണ്ടത്. സോ നമുക്ക് ബേസിക്സ് വിട്ടൊരു കളിയില്ല. അപ്പൊ അതനുസരിച്ച് ഞാൻ ആദ്യം ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. CH3 CH C2H5 ഗ്രൂപ്പിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. CH2 CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH വീണ്ടും അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. CH2 CH3. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് സാവധാനം കാര്യങ്ങൾ ചെയ്യുക. ബേസിക്സ് വിട്ട് ചെയ്യരുത്. അപ്പൊ ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ അവിടെ ലോങ്സ്റ്റ് ചെയിൻ എണ്ണി നോക്കുക. 1 2 3 4 5 6 6 കാർബൺ ഒരു പോസിബിലിറ്റി. 1 2 3 4 5 6 7 8 മറ്റൊരു പോസിബിലിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റി കണ്ടു കഴിഞ്ഞു. അപ്പൊ അതിൽ ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്ന് എല്ലാവർക്കും ഡെഫിനറ്റ് ആയിട്ട് മനസ്സിലായി. നമ്മൾ ആ പെൻസിൽ എടുത്തിട്ട് ലോങ്സ്റ്റ് ചെയിൻ മാർക്ക് ചെയ്യുക. ശരി, ഈ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. കാരണം ഇതിൽ പെട്ടെന്ന് നമുക്ക് ബ്രാഞ്ച് ഏതാണെന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ശരി, അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് 1 2 3 4 5 6 7 8 കാർബൺ ഉള്ള ആൽക്കെയിനാണ്. 8ന്റെ വാക്ക് നമുക്കറിയാം ഒക്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഒക്ടേൻ ആണ്. ഓക്കെ, ഇനി പുറത്ത് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 മീഥൈൽ ഗ്രൂപ്പ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു ഡൈമീഥൈൽ ഒക്ടേൻ ആണ്. ഡൈമീഥൈൽ ഒക്ടേൻ ആണ്. ഇനി മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബൺ ആറ്റം ഇതുമാണ്. നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അപ്പൊ 3ലും 6ലും ഉണ്ട്. ഇനി തിരിച്ച് 1 2 3 4 5 6 7 8. അപ്പൊ അങ്ങനെ നോക്കിയാലും 3ലും 6ലും തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്പർ ഇട്ടാലും ശരിയാണ്. സോ അതുകൊണ്ട് തന്നെ 3ലും 6ലും 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്ന ഒക്ടേൻ ആണ്.
സോ 6 ഡൈമീഥൈൽ ഒക്ടേൻ ആണ് ഈ കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് മനസ്സിലാക്കാം. ഇനി ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഉള്ള ഒരു എക്സാമ്പിളൂടെ കാണാം. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ലോങ്സ്റ്റ് ചെയിൻ എണ്ണി നോക്കുക. 1 2 3 4 5 തൊട്ട് എണ്ണി നോക്കണം. 1 2 3 4 5 6. അപ്പൊ നോക്കാം 6 കാർബണിലെ ലോങ്സ്റ്റ് ചെയിൻ ആണ്. സോ ആ പെൻസിൽ എടുത്ത് മാർക്ക് ചെയ്യുന്നു 6 കാർബൺ. മാർക്ക് ചെയ്തു. ഇനി നമ്പർ കൊടുക്കാം 1 2 3 4 5 6. അപ്പൊ 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ വാക്ക് ഹെക്സ് ആണ്. സിംഗിൾ ബോണ്ട് ഹെക്സേൻ ആണ്. ഇനി പുറത്ത് ഒരു CH3 ഗ്രൂപ്പാണ്. ഒരു വര കണ്ടാൽ നമുക്കറിയാം ഒരു CH3 ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മീഥൈൽ ഗ്രൂപ്പുള്ള ഹെക്സേൻ ആണ്. ഇനി മീഥൈൽ ഗ്രൂപ്പിൽ ഇരിക്കുന്ന കാർബണിന്റെ നമ്പർ നോക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ നിന്ന് നമ്പർ ഇട്ട് വന്ന സമയത്ത് അത് 4 എന്നാണ് കാണുന്നത്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് നമ്പർ ഇട്ട് വന്നാൽ അത് 1 2 3 4 5 6. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ 3 ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്ന കാർബൺ ലോവസ്റ്റ് നമ്പർ വരണം. സോ അതുകൊണ്ട് തന്നെ 3 എന്നാണ് ശരിയായ രീതി. 3 മീഥൈൽ ഹെക്സേൻ ആണ് ആ കോമ്പൗണ്ട് പേരെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ NCERT പുസ്തകത്തിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാം. മാക്സിമം നന്നായിട്ട് അത് ചെയ്ത് നോക്കാം.